വണ്ടി സ്റ്റാർട്ടാവും. നമ്മുടെ ചാനലിൽ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ പ്രഷർ, നോസിലിൻ്റെ പ്രഷർ വ്യത്യാസപ്പെടുത്തുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോഴേക്കും വന്ന കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ശബ്ദം കൂടുതലാണെന്നുള്ളൊരു കമൻ്റാണ് വന്നിരിക്കുന്നത്. അതായത് ക്യാമിൻ്റെ, ഇതിനകത്താണ് ക്യാം വരുന്നത്, അപ്പോൾ ക്യാമിൻ്റെ ഒരു ശബ്ദമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാമിൻ്റെ ശബ്ദം ഞാൻ ഈ ഒരു വീഡിയോയിൽ കേൾപ്പിക്കാം. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ശബ്ദം, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ തന്നെ നമ്മൾ കിക്ക് ചെയ്യുകയാണ്, ടക്കെ 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 എന്ന് പറഞ്ഞൊരു ആ ശബ്ദം കേൾക്കാമല്ലോ. വണ്ടി സ്റ്റാർട്ടാവുന്നതിന് മുമ്പ് തന്നെയുള്ള ടക്കെ ടക്കെ എന്നുള്ള ശബ്ദം. ആ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമിൻ്റെ ഗിയറുകൾ തമ്മിൽ ഒരയുന്ന ശബ്ദമാണ്. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റുന്നതെന്നുള്ള പരിപാടി നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ക്ലച്ച് സൈഡ് കംപ്ലീറ്റ് ഇളക്കിയെടുക്കണം. അതായത് ഈ ഡീസൽ എഞ്ചിൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഡീസൽ എഞ്ചിൻ്റെ ഈ പീസ് ഇളക്കി എടുത്തിട്ട് ഇതിനകത്താണ് ക്യാം വരുന്നത്. അപ്പോൾ ക്യാമിൽ ഒരു ബുഷ് അടിക്കണം, അതാണ് അതിൻ്റെ പരിപാടി. നമുക്ക് അവിടെ ഇളക്കിയിട്ട് കാണിക്കാം. അതാണ് എല്ലാ. അപ്പോൾ ഈ ഒരു ശബ്ദം വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുമ്പോഴേക്കും ഇത് കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇതാണ് പമ്പ്. അപ്പോൾ പമ്പിൻ്റെ ഒരു ഭാഗം ഇതിലോട്ട് പ്രസ് ചെയ്തിരിക്കുന്നുണ്ട്, നല്ല പ്രസ്സായിട്ടിരിക്കും. അപ്പോഴേക്കും ആ പ്രസ്സിങ് കാരണം ഇത് കറങ്ങുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗിയേഴ്സ് തമ്മിൽ ഒരയും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു തട്ടുന്ന, ആ ഒരു ഒരയുന്നതല്ല, തട്ടുമ്പോൾ ആ ഒരു തട്ടുമ്പോൾ ഉണ്ടാകുന്ന ടിക് ടിക്ക് എന്ന് പറഞ്ഞ ശബ്ദമാണ് നമുക്ക് അരോചകമായിട്ട് പലപ്പോഴും തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ശബ്ദം മാറ്റാനായിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാം വീലിൽ ബുഷ് അടിക്കും. അതായത് ഇതിൻ്റെ കവറാണ്, ഇത് കവറാണ്. ഈ വണ്ടിയിലുണ്ടായിരുന്ന കവർ ഇതാണ്. അപ്പോൾ ഇതിൽ ക്യാം വീലിൽ ബുഷ് ചെയ്തിട്ടില്ല, ഇതിൽ ബുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബുഷ് ചെയ്യുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റില്ല. അതായത് ഈ ഇവിടുത്തെ സെൻറ്ററിനെ കുറച്ച് ഒരു പൊടിക്ക് താഴോട്ടാക്കും, അതായത് എസെൻട്രിക് ആക്കും. കറക്റ്റ് സെൻറ്ററിനെ മാറ്റിയിട്ട് അല്പം മാറ്റിയിട്ടാണ് ഇത് ബുഷ് അടിക്കുന്നത്. ഇതിനാണ് എസെൻട്രിക് ബുഷ് എന്ന് പറയുന്നത്. ഗൺ മെറ്റീരിയലിൽ അടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും വണ്ടിയുടെ കവറാണ്. അപ്പോൾ ഈ ഒരു കവർ ഇട്ടിട്ട് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കവർ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കറക്കി നോക്കും. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഫ്ലൈ വീലിനെ അത് ഇളക്കാം, ഈ സൈഡ് കംപ്ലീറ്റ് ഇറക്കിയിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഇറക്കിയിരിക്കുക. എന്നിട്ട് ആ ഫ്ലൈ വീല് ആ സൈഡ് കറക്കി നോക്കുമ്പോഴേക്കും ഇതിൽ നിന്ന് വേറെ അപശബ്ദങ്ങളൊന്നും വരാൻ പാടില്ല. ടിക് ടിക് എന്നുള്ള ഒരു ശബ്ദവും വരാത്ത രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ, എങ്കിലേ വണ്ടി സൈലൻ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇതിലുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു എഞ്ചിനിലുള്ളതായിരുന്നു, കയറ്റി എഞ്ചിനിലുള്ളതാണ്. അപ്പം ശരിക്ക് ഇതിൻ്റെ പൊസിഷൻ വ്യത്യാസമാണ്. അതായത് കണ്ട, കയറ്റി എഞ്ചിനിൽ ഇവിടെയാണ് ഹോൾസ് വരുന്നത്, ബോൾട്ട് വരാനായിട്ട്. അത് സെൻട്രൽ ബെഡ് അല്ലായിരുന്നു, സൈഡ് ബെഡ് എഞ്ചിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇത് സെൻട്രൽ ബെഡ് എഞ്ചിൻ വരുമ്പോഴേക്കും ഈ ബോൾട്ടുകൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് സ്റ്റഡുകളാണ്. അപ്പോൾ ഈ സ്റ്റഡ് നമുക്ക് ഇതിലിനി ഫിക്സ് ചെയ്ത് വാങ്ങണം. എന്നിട്ട് ഇതിട്ട് നമുക്ക് വണ്ടി സൈലൻ്റ് ആണോ എന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പരിപാടി. ഇനി നമുക്ക് നേരിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വണ്ടി ക്യാം വീലിൽ ബുഷ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി അത്യാവശ്യം സൈലൻ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിലോട്ട് പോകാം. അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ടുണ്ട്.
നമുക്ക് ആക്സിലേറ്റർ കൊടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോൾ ഒരിക്കൽ കൂടെ വണ്ടിയുടെ നേരത്തെ സ്റ്റാർട്ടിങ് വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ആ സ്റ്റാർട്ടിങ് വീഡിയോയും ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ് വീഡിയോകളുടെയും ശബ്ദത്തിന്റെ വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ എന്തായാലും കാര്യമായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വ്യത്യാസം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാം വീലിൽ ബുഷ് അടിച്ചിരിക്കുക. അപ്പോൾ ക്യാം വീലിൽ ബുഷ് അടിച്ച് അങ്ങനെ ചെയ്തപ്പോഴേക്കും അത് ഗിയറുകൾ, അതായത് ക്യാമിൻ്റെയും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും ഗിയറുകൾ തമ്മിലുള്ള ഒരച്ചിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ ഒരു ശബ്ദം, ഒരു ടിക് 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 എന്ന് പറഞ്ഞ ശബ്ദം, അതായത് പമ്പ് കൂടെ ഇടുമ്പോൾ അതിൻ്റെ പമ്പുണ്ടല്ലോ, ഡീസൽ പമ്പ്, അതുകൂടി ഇടുന്ന സമയത്ത് ഇത് പ്രഷറാവും, ക്യാമിൽ പ്രഷർ വരും. അപ്പോൾ ക്യാം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും. അപ്പോൾ അങ്ങനെ ഒരു ശബ്ദം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ശബ്ദം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും ചെറിയ ശബ്ദങ്ങൾ ഉണ്ട്, എന്നിരുന്നാലും നേരത്തേക്കാളും വളരെയധികം ശബ്ദം കുറവാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു രീതിയിൽ വണ്ടി സൈലൻ്റ് ആക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റോക്ക് റാമും നല്ല രീതിയിൽ പ്ലേ ഒന്നും ഇല്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും പ്രയോജനകരമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ആരും ഇതിൽ കയറി പണിയാൻ പോകണ്ട. മനോഹരമായ മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.